സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. പലതരം റൗണ്ട്സിലൂടെയാണ് നമ്മുടെ മത്സരാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ മറ്റൊരു റൗണ്ടാണിത്. സാധാരണയായി നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനമാണ്. ഏത് കാര്യത്തിനും ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അത്തരമൊരു കുടുംബത്തിൻ്റെ ഒരു പിൻബലം കൂടി ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ? പാചകത്തിൻ്റെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല. അപ്പോൾ നമ്മളുടെ ഒരു പാചക മത്സരമാണ് ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൈനൽസിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ കണ്ടസ്റ്റൻസിന് അവരുടെ പിൻബലമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ കൂടി എത്തിയാൽ വളരെ നല്ലതല്ലേ? അപ്പോൾ ഇതൊരു ഫാമിലി റൗണ്ടാണ്. ഈ ഫാമിലി റൗണ്ടിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ട് നമ്മളുടെ കണ്ടസ്റ്റൻസും അവരുടെ കുടുംബാംഗങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. പല പല വിഭവങ്ങൾ നിങ്ങൾക്കായി അവർ തയ്യാറാക്കും, പരസ്പരം മത്സരിക്കും. അപ്പോൾ അത്തരം കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. അപ്പോൾ നിങ്ങളൊരു പുതിയ റൗണ്ട് ഫേസ് ചെയ്യാൻ പോവാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഫാമിലി റൗണ്ടാണ്. ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എല്ലാവരുമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഒരു വീട്ടിൽ നിന്നും മിനിമം 2 ആൾക്കാരെങ്കിലും വരിക. കണ്ടീഷൻ അതായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും 2 പേരെങ്കിലും കുറഞ്ഞത് വരണം. 3 പേരിൽ കൂടാനും പാടില്ല. അച്ഛനോ അമ്മയോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ മക്കളോ ഹസ്ബൻഡോ എനിബഡി അങ്ങനെ. അപ്പോൾ ഒരു ഫുൾ സപ്പോർട്ടോടുകൂടി നിൽക്കുന്നതിൻ്റെ ആണോ ഈ സന്തോഷം? അപ്പോൾ ഇന്നത്തെ റൗണ്ടിൽ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അറിയാലോ. ലഞ്ച്. അപ്പോൾ 2 അതിഥികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. ഞാൻ 15 ദിവസം കഴിഞ്ഞ് ഡയറ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നല്ല സദ്യ കഴിച്ചിട്ട് കുറേ നാളായി. സദ്യ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ സദ്യ ആവും. ഇതെല്ലാം ഒരു സദ്യ. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ അത് ശരി പരീക്ഷിക്കാൻ പോവാണോ? പ്രതീക്ഷിക്കാം. സന്തോഷമുണ്ട്. അപ്പോൾ നല്ല എന്താ വെച്ചാൽ വീട്ടുകാരും കൂടിയൊക്കെ വരുന്നൊരു സംഭവമല്ലേ? അപ്പോൾ നല്ല നല്ല നാടൻ രീതിയിലുള്ള ഭക്ഷണമാണ് കൂടുതലായിട്ട് പ്രതീക്ഷ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ആകാം. ഇപ്പോഴത്തെ മോഡേൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ഒരു പക്ഷേ പുഡിങ്ങോ അങ്ങനെയൊക്കെ ചിലർക്ക് തരണമെന്നുണ്ടാവുമല്ലോ. പായസം അല്ലാണ്ട് എന്തെങ്കിലും സ്വീറ്റൊക്കെ തരണമെന്ന് തോന്നിയാലോ? അപ്പോൾ എന്തായാലും വീട്ടിൽ അതിഥികൾ വന്നാൽ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? എത്ര ഐറ്റംസ് വേണമെങ്കിലും ഉണ്ടായിക്കോളൂ, ഞങ്ങൾക്ക് യാതൊരു വിധം. അതാ പറഞ്ഞത്, സമയം നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ടാക്കിക്കോളൂ, പക്ഷേ സമയം മിസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. ടോട്ടൽ ടൈം 2 hours, 2 മണിക്കൂർ സമയം തരും. ഈ 2 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. എത്ര ഇനം വിഭവങ്ങൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ 2 മണിക്കൂർ അത് വളരെ നിർബന്ധമാണ്, അല്ലെങ്കിൽ സമയം നമുക്ക് തികയില്ല. അത് മാത്രം ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, കുറച്ച് നന്നായിട്ട് ചെയ്യുക. അപ്പം എല്ലാവിധ ആശംസകളും എല്ലാ സപ്പോർട്ടോടും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെടാം. നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നവരെ. ഓക്കെ കൃഷ്ണ, നമ്മളുടെ ഫാമിലി റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് വിത്ത് മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മിനിമം ഓഫ് 2 persons ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളുടെ കണ്ടസ്റ്റൻസ്, അതായത് മത്സരാർത്ഥികളെയും അവരുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും പരിചയപ്പെടാം. ഓരോരുത്തരായിട്ട് വിളിക്കല്ലേ, ഓരോ ഫാമിലിയായിട്ട്. ആദ്യം നമ്മൾ അനില ശ്രീകുമാർ ആൻഡ് ഫാമിലി. അനില ഇന്ന് ഫുൾ ഫാമിലി ആയിട്ട്. പക്ഷേ ഇവരിവിടുത്തെ ഒരു എന്താ പറയുക, സ്ഥിരം സന്ദർശകരാണ്, ഓൾവേസ് പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കംപ്ലീറ്റ് ഫാമിലി. പക്ഷെ പ്രേക്ഷകർ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. കാര്യം മിക്കവാറും ഭയങ്കര സപ്പോർട്ടാണ് അനിലേക്ക്, ഫാമിലി സപ്പോർട്ട് അല്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ മക്കളും ഇവിടെ എത്താറുണ്ട്. അമ്മ ഉണ്ടാക്കിയ വിഭവങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നതും അല്ലേ? എന്തായാലും കൊള്ളാം. വന്ന് പങ്കെടുക്കാൻ സാധിച്ചു, ഒന്ന് കാണാൻ പറ്റിയത്, കാരണം ഇങ്ങനെ ക്യാമറയുടെ മുമ്പ് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഞങ്ങൾക്ക് വലിയ സന്തോഷം. എന്തായാലും ഈ ഫാമിലി റൗണ്ട് വന്നപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ സാധിച്ചു. പിന്നെ മോനാണെങ്കിലും ഭയങ്കര ഇതാണ് അല്ലേ, ഇങ്ങനെ കുക്കിങ്ങിനോട് ഭയങ്കരമായ ഒരു ഇഷ്ടം. അമ്മ ചെയ്ത കൊടുക്കാറ് മോനാണ്. പറയാറുണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആണ്. അമ്മ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ, പുള്ളി ഭയങ്കര ശ്രദ്ധിക്കും. ഒരു പരാതിയുണ്ട്, വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തല്ലോ, അത് മേഡം ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നതും സത്യം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കുറച്ച് കൂടുതൽ പാചകങ്ങൾ പഠിക്കുകയും
ഞങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാർക്ക് കൂടുതൽ കഴിക്കാനും പറ്റും. അതെ അതെ അതെ. അഭിനയം മാത്രമല്ല പാചകത്തിലും കുറച്ചുകൂടി ശ്രദ്ധ അല്ലേ കൊടുക്കാൻ സാധിക്കുന്നു. അതിനൊരു ഗുരുത്വമുണ്ട്, അത് എല്ലാവരും പാലിച്ചാൽ നന്നായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും അത് ശരിയാണ്. നന്നായിട്ടൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതിയല്ലോ അല്ലേ. പിന്നെ ശ്രീകുമാർ ഇത് ഇൻഡസ്ട്രിയിൽ തന്നെയാണല്ലോ അല്ലേ? ഞാൻ ആക്ച്വലി പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നന്ദനം എന്ന സീരിയലിലെ ഒരു ക്യാരക്ടർ വിജയ് എന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മോനും അഭിനയിച്ചിട്ടില്ലേ ചെറിയ ഉണ്ടായിരുന്നപ്പോൾ അല്ലേ? വലുതായ ശേഷമാണ് അഭിനയിക്കാത്തത്. ഇനി കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കാം. മോളും അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്തൊരു ആൽബം സോങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ അഭിനയിച്ചു 1 വയസ്സായപ്പോൾ. പിന്നെ കുഞ്ഞുമാവായിട്ട് തോമസ് ലീ ഹവർ സീരിയൽ ചെയ്തത്. എന്തായാലും ഒരു കലാകുടുംബമാണ്. വളരെ സന്തോഷം പങ്കെടുക്കാൻ വന്നതിൽ. അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അല്ലേ അദ്ദേഹം അത്യാവശ്യം ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈക്ക് ഞാനിവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്തത്, അത് ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ചേട്ടൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പം അത് എന്നെക്കാളും കൂടുതൽ വശമുള്ള ചേട്ടൻ, അമ്മ ഇന്നില്ല. തമിഴാണ്, അമ്മ തമിഴ്, അച്ഛൻ അമ്മയുടെ കുറേ ഐറ്റംസ് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ചെയ്തിട്ട് അല്ലേ നമ്മുടെ കേരളത്തിൽ. ഇന്നത്തെ റൗണ്ടിൽ എന്നെക്കാളും ഞാൻ കിച്ചൺ അങ്ങ് ചേട്ടന് വിട്ടു കൊടുത്തിരിക്കുകയാണ്. ഒല്ലി ഹെൽപ്പിംഗ് സൈഡിൽ നിന്നിട്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ കലാപരിപാടി എങ്ങനെയുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരംഭിക്കാൻ പോവാണ്. എൻ്റെ മക്കളുടെയും ചേട്ടൻ്റെയും പിന്നെ എൻ്റെയും ഏറ്റവും ഫേവററ്റ് ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, തമിഴ്നാട് നാടൻ വിഭവമാണ്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നേക്കാൾ എനിക്ക് തോന്നുന്നു ചേട്ടനായിരിക്കും പറയുന്നത് നല്ലത്. ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കണതാണ്. ഞാൻ അതിന് മുമ്പ് കഴിച്ചിട്ടേ ഇല്ല, പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോൾക്കൊക്കെ ഇപ്പോൾ ചില സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾ പറയും ഇത് ഉഴുന്നൻ ചോറുണ്ടാക്കി തരണം. മോനും അതുപോലെ, രണ്ടുപേർക്കും അത് 2 ടൈപ്പിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചേട്ടൻ പറയും. തമിഴ്നാട്ടിലേത് എല്ലായിടത്തും നാട്ടുപുറങ്ങളിൽ, തമിഴ്നാട് നാട്ടുപുറങ്ങളിൽ ഇഷ്ട വിഭാഗമായ ഒരു ഉഴുന്നൻ ചോറിനാണ് എൻ്റെ പേര്. കൊച്ചുകുട്ടികൾ കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ ഈ ചോറ് കഴിക്കും, അത്രത്തോളം ടേസ്റ്റ്. ശരിക്കും അതല്ല, ശരിക്കും ഇതിന് പിന്നെ വേറെ കൂട്ടാനിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്നാലും പക്ഷെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മട്ടൻ കറിയും, മട്ടൻ കറിയോ പെരട്ടോ മട്ടൻ ഫ്രൈ. മിക്കവാറും സൺഡേസിൽ ഞങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഈ ഞായറാഴ്ച തോറും ചെയ്യുന്ന സംഭവമാണ്. ഞായറാഴ്ച മട്ടൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഉഴുന്നൻ ചോറ്, പിന്നെ അതിൻ്റെ കൂടെ മധുരത്തിന് എന്തെങ്കിലും കാണും. അങ്ങനെ വരുന്നൊരു സാധനമാണ്. ഇത് പാചകം ചെയ്യാൻ എളുപ്പമാണ്, എല്ലാവർക്കും കണ്ടാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പം എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാൻ തോന്നുന്നല്ലേ. ആദ്യം ഇതിന് മെയിനായിട്ട് സാധാരണ വെള്ളത്തിലല്ല ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ അരിയും ഉഴുന്നും തൊലിയുള്ള ഉഴുന്നും അരിയും കൂടിയാണ് നമ്മൾ വേവിക്കുന്നത്. ഉഴുന്ന ചോറാണല്ലോ പറയുന്നത്. അപ്പം ഇത് കാരണം ഇത് നല്ല ന്യൂട്രീഷ്യസ് ആണ്, നല്ല കൊഴുപ്പുമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഇത് വെള്ളത്തിലല്ല വേവിച്ചെടുക്കുന്നത്, തേങ്ങാപ്പാലിലാണ് അരിയും ഉഴുന്നും വേവിച്ചെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് 1-ാം പാൽ ഒഴിക്കും. വേവാൻ വേണ്ടിയിട്ട് രണ്ടാമത് 1-ാം പാൽ വേവാനായിട്ട് 2-ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വരട്ടിയെടുക്കാനായിട്ട് 1-ാം പാൽ ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ആഡ് ചെയ്യാറുണ്ട്, ഒരു ശകലം
ഉലുവയും കൂടെ ആഡ് ചെയ്യും. അത് മണത്തിനായിട്ട്. മണത്തിനും ഗുണത്തിനും വേണ്ടി എന്തായാലും ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ അരിയും ഉഴുന്നും അടുപ്പത്തേക്ക് വയ്ക്കാം. എൻ്റെ പൊന്നെ ഇത് കണ്ടോ, ഇവർക്ക് ഇതാണ് പണി ഇവിടെ. ഇത് അഞ്ചിൻ്റെ മോൾ അറിയാലോ അല്ലേ, അൻവിക്കുട്ടി. ഇത് ആദിലക്ഷ്മി. അൻവിയും ആദിലക്ഷ്മിയും ഭയങ്കര കൂട്ടാണ്. അയ്യോ, ഇവര് അപ്പുറത്തെ സൈഡിൽ വേറെ പാചകം കേട്ടോ. ഇവിടെ അവരൊക്കെ അവിടേക്ക് വിടുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. അഞ്ചു എന്നാ പൊക്കോ 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 കേട്ടോ. അപ്പം ഇനി ഉഴുന്നും ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ചോറ് ഉണ്ടാക്കുമ്പോൾ ചെമ്പാവരിയാണ് കേട്ടോ കൂടുതലും നല്ലത്. കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് ചെമ്പാവരിയിലാണ് അല്ലേ. ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുക്കും, പഠിക്കുന്ന കുട്ടിയല്ലേ. ചേട്ടാ 2 കപ്പ് ഇട്ട് മതിയോ? ഇത്ര മതിയോ? ഉഴുന്നച്ചോറ് ഉണ്ടാക്കുമ്പം അതിലേക്ക് കുക്കറിൽ വെക്കുമ്പോൾ തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യണം. വെളുത്തുള്ളി ആഡ് ചെയ്ത് മീൻസ് പിന്നെ വേറെ ചിലർ ഉഴുന്നൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറ്റിന് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഗ്യാസ് ഫോം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പം ഉള്ളവർക്ക് ഈ വെളുത്തുള്ളി ഇടുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് ഇട്ടിട്ട് ഒരു 5-6 അല്ലി മതി. അതിൻ്റെ കൂട്ടത്തിൽ ശകലം ഉലുവയും കൂടെ ഇത്തിരി ഉലുവ കയ്യിലെടുക്കാൻ മാത്രം ഇല്ല കേട്ടോ, വളരെ കുറച്ച് ഒരു 5-6 എണ്ണം അത്രയും മതി കേട്ടോ. ഇത്രയും ഉലുവയും കൂടെ ആഡ് ചെയ്യാം. സാധാരണ നമ്മൾ ബിരിയാണി അരിയൊക്കെ അടുപ്പത്ത് വെക്കില്ലേ, അപ്പം ഇപ്പം 5 കപ്പ് ഈ കപ്പിന് 5 കപ്പാണ് ഞാൻ ടോട്ടലായിട്ട്. 2 കപ്പ് ഉഴുന്നും 3 കപ്പ് അരിയുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇരട്ടിക്ക് നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ, ഇപ്പം 2-ാം പാലാണെങ്കിൽ 2-ാം പാലാണ് ഏറ്റവും നല്ലത്. ഇത് 2-ാം പാലാണ്. 2-ാം പാൽ ഇതാ 1 2 3 4 5. ഇനി എന്തായാലും ചോറ് വേവുമ്പോൾ കുറേ കൂടെ വരും. അപ്പോൾ കുറച്ചും കൂടെ പാല് അല്ലെങ്കിൽ പിന്നെ വെള്ളം ആഡ് ചെയ്യാം. നമ്മളെന്തായാലും വെള്ളം ഒഴിച്ചിട്ടാണല്ലോ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ശകലം ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ ഈശ്വര, ഇത്രയും നാളിങ്ങനെ തൊട്ട് തൊഴിയൊന്നും ചെയ്തിട്ടില്ലേ എന്ന് ചേട്ടൻ വന്ന് എന്നെ കൊണ്ട് തൊട്ട് തൊഴിപ്പിക്കുകയൊക്കെ ചെയ്യണം. എന്തായാലും ഭംഗിയായിട്ട് വരണേ. എപ്പോഴും ടെൻഷനാട്ടോ എനിക്ക് ഈ ഉഴുന്നച്ചോറ് വയ്ക്കും. പിന്നെ ഉഴുന്നും കഞ്ഞി വയ്ക്കും, അതാകുമ്പോൾ പിന്നെ എളുപ്പമില്ലല്ലോ. കഞ്ഞി ആയാലും കുഴപ്പമില്ലല്ലോ. ഇത് എന്തായാലും കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും കേട്ടോ ഉഴുന്നച്ചോറ് വയ്ക്കുമ്പം. അതാ ഞാൻ പറഞ്ഞ കറിയുടെ ആവശ്യമേ ഇല്ല ഉഴുന്നച്ചോറ് ഉണ്ടാക്കി കഴിക്കും. എന്തായാലും അടുപ്പ് കത്തിച്ചു, അത് വിസിൽ വരട്ടെ. പിന്നെ ഒരു സ്വീറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമേ ഉണ്ടാക്കിയല്ലോ, അവസാനം കഴിക്കേണ്ട സാധനമാണ്, എന്നാലും ആദ്യമേ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിന് വേണ്ടത് എന്തൊക്കെയാ ചേട്ടാ? ഉഴുന്നമാവ്, പച്ചരി മാവ്, പിന്നെ തേങ്ങാപ്പാൽ വേണം, കരിപ്പട്ടി വേണം, നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇത്രയും സാധനങ്ങൾ വേണം. അപ്പം എന്തായാലും ഉഴുന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈക്വൽ എമൗണ്ട് ഓഫ് ഉഴുന്നും അരിയാണല്ലേ. ഉഴുന്ന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടിയും 2 കപ്പ് എടുക്കണം. ഉഴുന്നുപൊടിയും ഒരേ അളവിലെടുത്ത്. ഇനി അടുത്തത് കരിപ്പട്ടി. ഇത് തേങ്ങാപ്പാലിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇനി കരിപ്പട്ടി പാവ് വെച്ചട്ടെ.
പലഹാരമാണല്ലോ ഈ എന്താ കളിയെന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. എന്തായാലും അതിന് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ശർക്കരയാണ് ഉപയോഗിക്കുക. എന്തായാലും ഇതിവിടെ ഉപയോഗിക്കുന്നത് കരിപ്പൊട്ടിയാണ്. കരിപ്പൊട്ടി നമുക്ക് വല്ല കല്ലോ ഇതൊക്കെ പൊടിയോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുക്കുമ്പോൾ അതിനെന്തെങ്കിലും കട്ടും കരടും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി. കരിപ്പട്ടി അവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മട്ടൻ കറിയാണ്. ഉഴുന്നൻ ചോറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മട്ടൻ കറി. അപ്പം മട്ടൻ നല്ലോണം ഞാൻ കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കാം കേട്ടോ. കൂടെ ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ട്. കുക്കറിലേക്ക് വെക്കുമ്പോൾ ശകലം ഉപ്പ് ആഡ് ചെയ്യണം, കുറച്ച് മഞ്ഞൾ, ഇനി കുറച്ച് പെരുംജീരകവും പട്ടയും ഗ്രാമ്പും പൊടിച്ചതും കൂടെ ആഡ് ചെയ്യണം. പട്ടയും ഗ്രാമ്പും ഏലക്കായും പെരുംജീരകവും ഒക്കെ ചേർത്ത് പൊടിച്ച് വെച്ച മസാലയാണ്. ഈ മസാലയും കൂടി നമ്മൾ ഈ മട്ടനിലേക്ക് ആഡ് ചെയ്തിട്ട് കുക്കറിൽ പതുക്കെ അടച്ച് ഇത് ഉണ്ടാക്കാൻ പോവാണ്. ചേട്ടനാണ് കളി ഉണ്ടാക്കാൻ പോവാണ്. കളി ആണോ കളിയാണോ? അപ്പം ആദ്യം നെയ്യ് ഒഴിച്ചു. പിന്നെ ആഡ് ചെയ്യണം നെയ്യ്. അപ്പം നെയ്യ് ഉരുക്കി കഴിഞ്ഞിട്ടല്ലേ ചേട്ടാ ഇത് ഒഴിക്കുക? ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ കുഴച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും അരി ഇളക്കിക്കൊണ്ടേ ഇരിക്കണത്, നിർത്താനേ പാടില്ല. അരി ഇത് അടി പിടിക്കാനേ പാടില്ല. കുക്ക് ചെയ്യാൻ നേരത്തെ എപ്പോഴും എന്നെ ഓടി വന്ന് ശല്യപ്പെടുത്തുന്ന ഒരാളുണ്ട്, എൻ്റെ ചോട്ടാച്ചി. അവള് ദോശയൊക്കെ ചൂടാണെങ്കിൽ അവക്ക് ചൂടണം. ദേ അങ്കിള് വിളിക്കണം, ഒരു പാട്ട് പാടാൻ ചുഞ്ചിനോട്. മൈക്കുണ്ട് അമ്മയുടെ മൈക്കിൽ കൂടെ പാട്ട് പാടും, കേൾക്കാം. അച്ഛൻ എടുത്ത് വെച്ചോണ്ടിരിക്കുക, അച്ഛൻ്റെ മൈക്കുണ്ട്. നമുക്ക് മൈക്കില്ല അത് പാട്ട് പാടാനായിട്ട്. വലിയ മൈക്ക് വേണോ പാട്ട് പാടാൻ? അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ട് പാടാം. കുറച്ച് വച്ചിരിക്കുന്നത് ഇതിപ്പോ ഇതായോ ചേട്ടാ? വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി എന്താ, ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഇതുവരെ ചേട്ടൻ ഇതിനെപ്പറ്റി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു എന്താണ് റൗണ്ട് വന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കാം എന്നോടൊരു അഭിപ്രായം പറഞ്ഞത്. ശരി ആയിക്കോട്ടെ, ചേട്ടന് ഇഷ്ടം. നമ്മൾ എന്തിനാ വെറുതെ അതിനെ വിലങ്ങ് തടിയാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇനി ഇത് കുറുക്കിയെടുക്കണോ? എൻ്റെ അമ്മേ, പാവ എൻ്റെ മോൻ. കണ്ട, വീട്ടിലാണെങ്കിൽ അടുക്കളയിൽ കയറാത്ത ഒരാൾ ഇവിടെ ഇരുന്ന് തേങ്ങ ചേർന്നിടും ഒക്കെ വേണം. ക്യാമറ ഇവിടെ.
സമയമുള്ളവർക്ക് ഈ പാചകം ചെയ്യാൻ പറ്റുള്ളൂ. ഈ കളി ഉണ്ടാക്കണം. ഏതായാലും വെറുതെ നിൽക്കല്ലോ, ഒരു പാട്ട് പഠിക്കും. പാട്ടോ? ആ ആരംഭിച്ചു, ആരെങ്കിലും ഒരാൾ തുടങ്ങ്. ഹാപ്പി പാട് ഹാപ്പി. ഇപ്പോൾ സാധാരണ ഈ മലയാള സദ്യയ്ക്ക് പാടുമ്പോൾ എല്ലാവരും അയല പൊരിച്ചതുണ്ട്, കരിമീൻ കറുത്തതുണ്ടെന്നൊക്കെ പാടും. ഇപ്പോൾ സത്യത്തിൽ ഒരു തമിഴ്നാടൻ വിഭവം ആയതുകൊണ്ട് തമിഴ് പാട്ട് ആരെങ്കിലും പാടാം അല്ലേ? തമിഴ് ഇപ്പോൾ പാടാൻ പറ്റിയ പാട്ട് എന്ന് പറഞ്ഞാൽ കൊത്തി വെച്ച മല്ലികை മുത്ത് മുത്തിടിച്ച് വെക്കത്ത് വിട്ട് മാമൻ പേരക്കില്ല ചൊല്ല നാളാനതി രമ്പ നാളാനതി കുത്തി വെച്ച മല്ലികை മുത്ത് മുത്തിടിച്ച് വെക്കത്ത് വിട്ട് മാമൻ പേരെ ചൊല്ല ചൊല്ല നാളാനതി രമ്പ നാളാനതി. ആ പാട്ട്, ഈ പാടിയ പാട്ട് സത്യം പറഞ്ഞാൽ ഇതിന് മാച്ചാണ്. കാരണം തമിഴ്നാട്ടിൽ ഈ അല്ലേ പറയാമോ, തമിഴ്നാട്ടിൽ ശമഞ്ചിരിക്ക എന്ന് പറഞ്ഞ പ്രായമായ കുട്ടികളെ ശമഞ്ചിരിക്ക എന്ന് പറയും. ആ സമയത്തുള്ളൊരു പാട്ടാണ് ഇത്. ഭാരതിരാജ സാറിൻ്റെ ഇളയരാജ കമ്പോസ് ചെയ്തൊരു പാട്ടാണിത്. ആ സമയത്ത് പാടുന്ന പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കളി കിട്ടിയപ്പോൾ ആ പാട്ട് ഞാൻ പാടിയത്. കിണ്ടി എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. അപ്പോൾ എൻ്റെ കൈ വേദനിക്കുന്നുണ്ട്. ഞാൻ മോന് ഹാൻഡ് ഓവർ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ കൂടുതൽ പറയുമ്പോൾ പ്രശ്നമാവും. ഇനി അബി ഒരു പാട്ട് പാടബി അറിഞ്ഞൂടെ ചേട്ടാ? അവന്റെ ജാട ഉണ്ടോ? ഈ പാട്ടുകാരന്മാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അഹങ്കാരമാണ്. നമുക്കറിയില്ലല്ലോ. ചോറൊക്കെ റെഡിയായി, ചോറ് റെഡി ആയിട്ടുണ്ട്. ആ പാട്ടും കൂടെ പാടിക്കഴിഞ്ഞാൽ റെഡി. എന്നിട്ട് വേണം എനിക്ക് മട്ടൻ കറി റെഡിയാക്കാൻ. മാറ്റാം. അതുകൊണ്ട് നമ്മുടെ പാട്ട് പാടിയതോടുകൂടി കളിയും റെഡിയായി, ചോറും റെഡിയായി. കളി രണ്ടും പരുവായി. പാടിയിൽ ഇറങ്ങിയ പ്രശ്നമായി പോയാൽ അബിയുടെ പാട്ടുകൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതാ കളി കംപ്ലീറ്റ് ആയി. ഇനി നല്ല ബൗളിൽ കേൾക്കുന്നുണ്ടോ? നല്ല ബൗളിൽ നമ്മളത് സെർവ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. കളി ഈസ് റെഡി ആൻഡ് ചോറും. പക്ഷെ എൻ്റെ കൈക്ക് വേദന അതുപോലെ റെഡിയായി. ഞാൻ വൈകുന്നേരം ചെന്നിട്ട് ഒരു എന്താണ് എണ്ണയൊക്കെ ഇട്ട് തിരുമ്പി തരാം പോരെ? അപ്പോൾ ഇത് രണ്ടാം കൂടെ മാറ്റി വയ്ക്കാം അല്ലേ? നമുക്ക് മട്ടൻ കറി വെക്കാം. അപ്പോൾ കടുക് വെട്ടിച്ചു, അതിലേക്ക് ഇതാ കറിവേപ്പില ആഡ് ചെയ്തു. ഈ ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. തീ കുറയ്ക്ക്. മറ്റേ പാവ അടുപ്പത്ത് വെച്ചോ. മറ്റേ ആ പാത്രം അടുപ്പത്ത് വെക്കും. ഇത് അടുക്കത്തേലേക്ക്. ഇത് മട്ടൻ ഫ്രൈക്ക് വേണ്ടിയാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനിൽ നിന്ന് കുറച്ച് മട്ടൻ മാറ്റിയിട്ട് ഉപ്പ്, ശകലം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാല, പിന്നെ മുളക് ഇത്തിരി പൊടിച്ചിടുക കൂടെ ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
എണ്ണ ചൂടാകുമ്പോൾ ഇത് ഇടാനോ മട്ടൺ പൊരിക്കാനായിട്ട് മട്ടൺ ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടൺ ഇടാൻ. ഇവിടെ മട്ടൺ കറി വെക്കുകയാണ്. അപ്പം ശകലം മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ആഡ് ചെയ്യാം. ചേട്ടാ ഇങ്ങനെ പോരെ നമുക്ക് പോരെ, ഇത്ര ഒരു കട്ടിയായിട്ട് പോരെ, കുറച്ച് കട്ടിയായിട്ടിരിക്കും. പക്ഷെ അത് ഒത്തിരി കട്ടിയാകണ്ട. കഴിയുന്നുണ്ടോ നോക്കി. ഇല്ല 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 പറഞ്ഞാൽ സാധാരണ പിന്നെ അടുക്കളയിൽ കയറി ഞാനും ചേട്ടൻ നമ്മൾ എന്ത് സ്റ്റണ്ടാണ്. പകുതിയാകുമ്പോൾ മിക്കവാറും ഞാൻ തന്നെ മൊത്തം ഹാൻഡ് ഓവർ ചെയ്യലാണ്. എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യലാണ് പടി. ഇന്നെന്തോ അതൊന്നും സംഭവിച്ചില്ല, ക്യാമറയുടെ മുമ്പിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പല സമയത്തും ഇത് പൊട്ടിത്തെറിക്കണ പോലെ പൊട്ടിത്തെറിച്ചു, പക്ഷെ അതിനിടയ്ക്ക് അഭി നിൽക്കാതെ പൊട്ടിത്തെറിക്കാതിരിക്കെ. മതിയല്ലേ? ആ മതി മതി. ഇതെന്താ തീ വയ്ക്കാത്തത്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വല്ലതും ആവുമോ? പിന്നെ തമിഴ്നാട്ടിലൊരു പ്രത്യേക വിഭവം എന്ന് പറയുന്നത് ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടിയാണ്. അത് നമ്മളെ വീട്ടിലും അത് എളുപ്പം, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഗോതമ്പ് മാവ് അല്ലെങ്കിൽ ആട്ടമാവ്, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചേർത്തിയിടണം. കുറച്ച് നല്ലോണം തേങ്ങ ഇടുകയാണെങ്കിൽ നല്ല കുറച്ച് കൂടുതൽ രുചി ഉണ്ടാവും. അതിൻ്റെ കൂടെ ശകലം ഉപ്പും ചുട്ടിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ മോർ ടേസ്റ്റിയാണ്. ചേട്ടാ 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 ഉപ്പോ ഈ ചേട്ടൻ ഉപ്പ് പാവേ വന്നേ, ഉപ്പ് നോക്കിയേ. ചേട്ടാ മോനും ചേട്ടനും കൂടെ അത് അതിലോട്ടാക്ക്, അത് അതിലോട്ടാക്ക്. രണ്ട് മൂന്ന് ഇരട്ടി ഉണ്ടാക്കാം കേട്ടോ. ഇരട്ടിയല്ല, എന്താ റൊട്ടി. ഈ കടുക് എവിടെ പോയി? കടുക് തന്നെ തുടങ്ങി കേട്ടോ. നമ്മൾ അരി വിടാനുള്ളതൊക്കെ ആയി വരുന്നു. കാരണം വെച്ചതൊന്നും ഓർമ്മ കാണില്ല. കറിവേപ്പില അതെ. അത് ഈ ചിലയിടത്ത് ഈ മാടൻ തുള്ളലെന്ന് കേട്ടിട്ടില്ലേ? അതിങ്ങനെ അങ്ങനെയൊക്കെ പറയും. ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാണ്ടായിട്ടല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. ഒരു തവി തരുമോ? ഫ്രണ്ട് ഇരിപ്പുണ്ട്, അത് എടുത്തൂടാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ. എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. നമ്മളെ വീട്ടിൽ കുറച്ച് കൂടുതലാണെന്നുള്ളൂ. അത് നമുക്ക് തോന്നുന്നതാ. എന്നാലും ഇത്രയും പേരുണ്ടായിട്ട് എൻ്റെ ചേട്ടൻ്റെ കൂടെ വന്നില്ല, അതിന് താങ്ക്സ് കേട്ടോ. ലവ് യു സോ മച്ച്. അതെ, അയ്യോ ടീച്ചറാ, അച്ഛൻ്റെ അല്ലേ മോൻ കുറുക്കി കൊള്ളുന്ന ഡയലോഗ് ഇങ്ങനെ അടിച്ചോണ്ടേയിരിക്കും. അണച്ചതാ നമ്മൾ ഒരു കൂടുണ്ട്. ചുമ്മാ അരിയണ്ട ചേട്ടാ. പപ്പടം കാച്ചാൻ പറ്റും, കാച്ചട്ടെ. പപ്പടം ഇപ്പൊ കാച്ചണോ? അതിപ്പോ നോക്കി നിൽക്കുക, ഇത് കരിയുന്നുണ്ടില്ലേ ചേട്ടാ? ഇത്തിരി നെയ്യ് ഒഴിക്കാൻ എൻ്റെ മുകളിൽ. ഇവർ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് ഞാനതൊരു ചെറിയൊരു പറ്റിപ്പണം തന്നെ ഉരുളക്കിഴങ്ങ് കയറി. വരുന്ന അതിഥികൾക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയത്. അതിനാണ് ചേട്ടാ ഞാൻ
അല്ല അത് ചെറിയ പണിയല്ല, വലിയ പണിയാണ്. വലിയ പണിയാണ്. അറിഞ്ഞില്ലല്ലോ ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയത്. അല്ല അരിഞ്ഞെന്ന് ഞങ്ങളല്ല, അതുകൊണ്ട് അറിയാതെ. അപ്പൊ അത് ഇറച്ചിയിലിട്ടൂടെ ഉരുളക്കിഴങ്ങ്? അത് ഇടാൻ പാടില്ല, ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്യാം. അഭി ഒരു കാര്യം കൂടെ, ആ ഉരുളക്കിഴങ്ങ് നേരത്തായിട്ട് അരിഞ്ഞ ഞാൻ വേറെ സാധനം ഉണ്ടാക്കി തരാം. നേരത്തെ അരിഞ്ഞിരുന്നു, നേരത്ത്, അതായത് കട്ടി കുറഞ്ഞ ഒന്നും കൂടെ അരിഞ്ഞ. എല്ലാം ആയി കഴിഞ്ഞു അല്ലേ? ചോറ് റെഡിയായി, മട്ടൻ കറി റെഡിയായി, വേറെന്താ? പിന്നെ കളി റെഡിയായി, കളി റെഡിയായി, റൊട്ടി റെഡിയായി, ഇറച്ചിക്കറി റെഡിയായി, മട്ടൻ ഫ്രൈ റെഡിയായി, ഫ്രൈ റെഡിയായി. പിന്നെന്താ ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആടാ ഇത് മതിയല്ലോ? അവിടെ എത്ര കുറച്ച് മതിയല്ലോ? മതിയോ? ബാക്കിയോട് ചുട്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തിന്നാലോ. വിശക്കണില്ലേ? ചുമ്മാ ഇരിക്കുമ്പോൾ പാട്ടും പാടിയൊക്കെ തിന്നാം വേണമെങ്കിൽ. നേരത്തെ മറ്റേ പൊരിയലില്ലേ നമ്മളെ കടയിൽ കിട്ടിയില്ലേ, ആ സാധനം ഉണ്ടാക്കി കണ്ടോ? ചേട്ടൻ എന്ത് കറി ഉണ്ടാക്കിയാലും ഉപ്പ് ഇത്തിരി കൂടുതലാട്ടോ. അത് കാരണം ചേട്ടൻ്റെ അടുത്ത് ടേസ്റ്റ് നോക്കാൻ കൊടുത്ത വലിയ പണിയാണ്. അതല്ല ഞാൻ എപ്പോഴും മോനെ ടേസ്റ്റ് നോക്കാനായിട്ട് വിളിക്കുന്നത്. അതിനാകുമ്പം കുഴപ്പമില്ല, കറക്റ്റ് പറയും. ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത ഒരു പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിയൽ കൂടി ഉണ്ടാക്കാം. അതിനിച്ചിരി മുളക് ആഡ് ചെയ്തു, കുറച്ച് ഉപ്പ് വേണം, അവസാനം കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. മുളക് ഉപ്പ് മാത്രം മതി. സാധാരണ എപ്പോഴും ഞാൻ ഉഴുന്നഞ്ചോറ് വീട്ടിലുണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്ന അഭിക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ പറയാം. ഇവൻ എന്തൊക്കെ തന്നെ ജെനുവിൻ ആയിട്ടുള്ളൊരു അഭിപ്രായം കിട്ടണമെങ്കിൽ അഭിയുടെ അടുത്ത് പറയണം. കാരണം എൻ്റെ മോനാന്ന് വെച്ചാൽ ഞാൻ ചെയ്യണതെല്ലാം നല്ലതാണെന്ന് ഒരിക്കലും പറയാറില്ല കേട്ടോ. എന്തെങ്കിലും പാകപ്പഴുണ്ടെങ്കിൽ ഉടനെ പറയാം, അത് ശരിയായില്ല അതിൻ്റെ അടുത്ത് പറയാം. അതുകൊണ്ട് കിട്ടിപ്പാ കിട്ടിപ്പാ. എനിക്കൊരു പിടുങ്ങാസ് ഉണ്ടായിരുന്നു, എവിടെ പോയോ എന്തോ. എവിടെയാ നിന്റെ അനിയത്തി? ഭയങ്കര പാചകം കേട്ടോ. അൻവിയും ആദിലക്ഷ്മിയും കൂടെ ഭയങ്കര പാചകം. ഇതിനേക്കാളും കിഴല ഭക്ഷണം അവരാണ് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അല്ല അപ്പൊ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാം. അല്ല ആ സാധനം ചെയ്യുന്നത് നമ്മൾ ഭയങ്കര അടവാട്ടോ. ചില സമയത്ത് കാണൂല, മുങ്ങിക്കളയും. ഞാൻ കുറച്ച് നേരം നോക്കിയപ്പോ കാണാനില്ല, എവിടെയോ പോയി. എന്തിനാ പോണെന്നൊക്കെ എനിക്കറിയാം, പോണെന്തിനാന്നൊക്കെ എനിക്കറിയാം. ഡാഡിനെയും മമ്മീനെയും മിസ് ചെയ്യുന്നല്ലേ? സാധാരണ ഈ വക പരിപാടിയൊക്കെ ഡാഡി മമ്മി ഉണ്ടാവാറുണ്ട്. മമ്മി പിന്നെ ഡാഡി ഇതുണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എൻ്റെ മമ്മി നല്ലൊരു കുക്കായിരുന്നു കേട്ടോ. ഈ സമയത്ത് അതെ, അല്ല ഇവിടെ കൊണ്ടുവന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഒഴിച്ചോ? മതി. അതുപോലെ തന്നെ ഡാഡിയും നല്ല കുക്കാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മീനെ കുക്കിംഗ് പഠിപ്പിച്ചത് ഡാഡിയാണ്. മമ്മി കുടുംബത്തോടെ തരായിരുന്നു. മൊത്തം നമുക്കൊരു കാറ്ററിംഗ് സർവീസ് തുടങ്ങായിരുന്നു. എന്താ ചേട്ടാ എന്താ മമ്മി ഏറ്റവും ഇളയ ആളല്ലേ. മമ്മീനെ മൂത്തത് മുഴുവൻ ചേച്ചിമാരാണ്. അപ്പോൾ ചേച്ചിമാരായതുകൊണ്ട് മമ്മി നഴ്സിംഗിനെ പഠിക്കുക. ഞാൻ പറയുന്ന കേക്ക്. അപ്പം അതുകൊണ്ട് മമ്മി കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഡാഡി കംപ്ലീറ്റ് പരീക്ഷണമായിരുന്നു. ഡാഡിയാണ് മമ്മീനെ കുക്കിംഗ് പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പം നല്ല ഫാസ്റ്റായിട്ട് രാവിലെ 7:30 ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ചോറ് വരെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് സമ്മതിക്കുക. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ രാവിലെ 5:30 അല്ല എണീറ്റ്. കള്ളം പറഞ്ഞല്ല, ഒരിടത്ത് എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞല്ലേ പറ്റും. 5:30 എണീറ്റ് എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ഊണും എല്ലാം റെഡിയാക്കിയിട്ട് പോകുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ക്യാമറയുടെ മുമ്പായിട്ട് പറയുന്നതല്ല, പറയാൻ കിട്ടിയ ചാൻസ് കിട്ടിയോണ്ട് പറഞ്ഞ അല്ലേ. രാവിലെ 5:30 എണീറ്റ് എല്ലാ രീതിയിലും അത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നിർത്തിക്കളയായിരുന്നു. ഇനി അങ്ങോട്ടത് വേണം. അല്ല, ഇന്നലെ നമ്മളിവിടെ കൈരളിയിൽ ഷൂട്ടിംഗ് വന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരെ ഉണ്ടാക്കിയിട്ടല്ലേ വന്നത്. ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടാവണ വരെ അത് കണ്ടിന്യൂ ചെയ്യും. പോരെ, ഇതൊന്നുമല്ല പ്രശ്നം. പപ്പടം കൂടെ ഒക്കെ പൊരിക്കുക അല്ലേ? എന്നാൽ പിന്നെ ഒരു പാനിൽ പപ്പടം കൂടെ പൊരിക്കായിരുന്നു.
ഇല്ല പപ്പടം പൊരിച്ചെടുക്കാം. ഒരു ബൗളിൽ വയ്ക്കുന്നതായിരിക്കും. എല്ലാം ഓരോരോ ബൗളിലാക്കാമായിരുന്നു കേട്ടോ. ഇത്രയും നേരം എവിടെയായിരുന്നു ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു? ഇത്ര നേരം കഴിഞ്ഞിട്ട് അതായത് റൊട്ടിയൊക്കെ ചുട്ടത് കണ്ടോ അമ്മ? ഇത് കണ്ടോ? മട്ടൺ ഫ്രൈ. ആ ചുഞ്ചമ്മി ആയിരുന്നില്ല അമ്മയ്ക്ക് ദോശ ചുട്ടു തരാറില്ല. നല്ലോണം ദോശ പരത്തി തരും കേട്ടോ. അടുക്കളയിൽ എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ട് ഇത് ചെയ്തു തരുന്നത് ആശാത്തിയായിരുന്നു. പക്ഷെ ഇന്ന് കളിയിലായിപ്പോയി. അൻവീനെ കിട്ടിയത് കാരണം അൻവിയും ആദിലക്ഷ്മിയും കൂടെ ഭയങ്കര കളിയായിരുന്നു. അത് എടുത്തില്ലല്ലോ, രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ വഴക്കൂടാൻ പാടില്ല. പക്ഷേ ഈ പ്രായമായ സംഭവം എന്ന് പറഞ്ഞാൽ അത് തമിഴ്നാട്ടിലൊരു അതുകൊണ്ട് കളിന്ന് മാത്രം പറഞ്ഞാൽ സ്കൂളിലല്ലല്ലോ പഠിക്കണത്. അതെ എന്തായിരുന്നു ആണോ ചേട്ടാ? എല്ലാം കഴിഞ്ഞ് നമുക്ക് കൊടുക്കാവൂ. നാളെ വർക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ മോളും അയ്യോ ആദിലക്ഷ്മിയും അൻവിയുടെയും കൂടെ പ്രിപ്പറേഷനാണ്. എല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുടിക്കാനായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഗ്രേപ്സ് പിന്നെ ടൊമാറ്റോ, ക്യാബേജ്, പിന്നെന്താ മല്ലിയില. നാളെ വർക്കുണ്ടെങ്കിൽ കുടിക്കണ്ട. നാളെ വർക്ക്. ഓക്കെ, ഇതും റെഡിയായി. ആ സൂപ്പർ സൂപ്പർ സൂപ്പർ. അൻവിത രണ്ടാള് ഇതും അവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പ്രിപ്പറേഷനാണ്. അഞ്ചു എന്തായാലും ഇതൊന്നും അറിയാതെ അവിടെ വെറുതെ നല്ല സുഖമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മേൻ്റെ കൂടെ. പതുക്കെ അമ്മയ്ക്ക് കൊടുക്കുക കേട്ടോ. സൂപ്പർ ആയിട്ട് അമ്മയ്ക്ക് കുടിക്കാൻ പറയണം കേട്ടോ അമ്മേൻ്റെ അടുത്ത്. നാളെ വർക്കൊന്നും ഇല്ലെങ്കിൽ കുടിക്കാൻ പറയും. അപ്പോൾ ആ ഒരു പച്ചലും റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങ് കൊണ്ടാട്ടം തമ്മിൽ പറഞ്ഞാൽ അയ്യാ അതന്നെ കൊണ്ടാട്ടം. അതെ ആണോ? അങ്ങനെയാണോ? എനിക്കറിയില്ല. ആ ശരി, ഉരുളക്കിഴങ്ങ് കൊണ്ടാട്ടം എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും. എങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റിയാണ്. കമൻസ് ഒന്നും പറയരുത്. രണ്ടുപേരും ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് വണ്ണം മെലിഞ്ഞു പോകും. അതാണ് ഞാൻ മെലിഞ്ഞിരിക്കുന്നത്. എന്താ തീർന്നോ? എല്ലാം റെഡിയല്ലേ? നമുക്ക് പപ്പടം കൂടെ വറക്കാനുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പപ്പടം വറുത്തോ? പപ്പടം വറക്കണം. വറുത്തോ? ഞാൻ 5 മിനിറ്റ് പോരാ. പപ്പടം ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും ഞാനിങ്ങനെ ചിരണ്ടിയിട്ടാണ് പപ്പടം ഉണ്ടാക്കുക. കാരണം ഇതിൻ്റെ മുകളിൽ മാവ് ഉണ്ടാവുമല്ലോ. നമ്മൾ പപ്പടം വറക്കുമ്പോൾ വീണ്ടും അതിലേക്ക് ഇങ്ങനെ എണ്ണയിൽ കംപ്ലീറ്റ് മാവും. അതുകൊണ്ട് ഇതെൻ്റെ മമ്മി പറഞ്ഞതാണ് കേട്ടോ. ചിരണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആ പൊടി ഇങ്ങനെ എണ്ണയിലേക്ക് ആവാതിരിക്കും. ഇവിടെ കംപ്ലീറ്റ് എന്തൊക്കെയാണ് പരിപാടി റെഡിയാക്കി. ഭാര്യ ഭർത്താവ് പോലും എല്ലാം ഉഷാറ്. മോൻ ഇഷ്ടപ്പെട്ടല്ലേ? ചേച്ചി അടുക്കളയിൽ ഞങ്ങൾ രണ്ടും കൂടെ പാചകം ചെയ്യാൻ കയറിയ ഭയങ്കര അടിയാണ്. സാധാരണഗതിയിൽ ഇവിടെ വെച്ച് എന്തോ അത് നടന്നില്ല. ഇപ്പൊ ഭയങ്കര വളരെ കോടിയലായിട്ട് നല്ല ടീം വർക്ക് കേട്ടോ ഇവിടെ. അല്ല ഇതുപോലെ എപ്പോഴും പ്രതീക്ഷിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മള് പിന്നെ ടി വിയിൽ ഓരോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ ചേട്ടന് ഞാൻ എന്തെങ്കിലും പറയുമ്പോ ദേഷ്യത്തിന്റെ ഒരു വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ തമിഴ്നാട്ടിലൊരു സംഭവമാണ് കൂടുതൽ. അമ്മ തമിഴ്നാടായിരുന്നു. 16 വയസ്സിലാണ് അമ്മ കല്യാണം കഴിഞ്ഞ് പിന്നെ അമ്മ നാട്ടിൽ. എന്തായാലും തീർച്ചയായിട്ടും ഇത് അമ്മയുടെ ആത്മാവിന് വേണ്ടി ചെയ്ത് വെളിയിട്ടിട്ടാണ് ചേട്ടനൊന്ന് ഇവിടെ വന്നിട്ട് ചെയ്ത് അമ്മയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലേ. കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഞങ്ങളെ വീട്ടിൽ പോയിട്ട്. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അതെ, ഇത് ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും ചേട്ടൻ പറയുന്നു അമ്മയെ ഓർമ്മ വരുന്നു. കാരണം എനിക്ക് പരിചയമില്ല ചേച്ചി. ഇത് കൂടുതലും ചേട്ടനാണ് കൂടുതൽ മനസ്സിലായി. അമ്മയുടെ കൈപ്പുണ്യം പോലെ ഇത് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. കൂടുതലും അപ്പൊ പിന്നെ ആ പുന്നാരത്തിരി കൂടി പോയോന്ന് സംശയമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് പറയും. ഇപ്പൊ ഭാര്യയും മുന്നേറിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം അതിനാണ് അടി കൂടുന്നത്. ശരി.